100 ഗ്രാം ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണിത്. ഒരു സവാള, ഒരു തക്കാളി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ വീതം, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ. നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങണം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് ഇനി പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാൽ മതി. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർക്കുക. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിതെല്ലാം കൂടി ഒരു പ്രഷർ കുക്ക് ചെയ്യാനാണ് പോകുന്നത്. ഇതിലേക്ക് ഇനി ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഈ കറി തയ്യാറാക്കാൻ പറ്റും. ചപ്പാത്തിക്ക് നല്ലൊരു സൈഡ് ഡിഷാണിത്. ചെറുപയറും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഇതിനി നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 2 വിസിൽ കഴിഞ്ഞു. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഗ്രേവിയും ഉണ്ട്. അഥവാ ഗ്രേവി കൂടുതൽ വേണമെന്ന് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ മതി. നമ്മുടെ ചെറുപയർ കറി റെഡി ആയി കഴിഞ്ഞു. 2 വിസിൽ മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരുപാട് ഉടഞ്ഞു പോകും. ഇപ്പോൾ 2 വിസിലാകുമ്പോൾ കണക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.